മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ നമുക്കതിന് ആദ്യം ക്ലൈമറ്റ് എന്താണെന്ന് പഠിക്കണം, ക്ലൈമറ്റ് ചേഞ്ച് എന്താണെന്ന് പഠിക്കണം. അപ്പോൾ ആദ്യം ക്ലൈമറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. എന്തോ ക്ലൈമറ്റ്? ക്ലൈമറ്റ് അത് എനിക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ക്ലൈമറ്റ്? നമ്മളൊരു ഡെഫിനിഷൻ പറയണം. എന്താ ക്ലൈമറ്റ് എന്ന് പറയും? ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെതർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും ഒന്നാണോ? അല്ല, അല്ലേ? ഇപ്പം എന്താ വ്യത്യാസം? ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീണ്ട നാള്, മീൻസ് കുറേ കാലത്തേക്ക് ഉള്ള നമ്മുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ സ്വഭാവം എന്ന് പറയാം, അല്ലയോ? അതിനെയാണ് ക്ലൈമറ്റ്. കുറേ നാളത്തേക്ക്. അല്ലാതെ ഇപ്പം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇന്ന് നല്ല മഴയുണ്ട്, ഇന്ന് ക്ലൈമറ്റ് എന്ന് പറയുന്നത് റെയിനിയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, മനസ്സിലായോ? നമ്മൾ അറ്റ് പ്രസന്റ് കാണുന്ന, കുറച്ചു നേരം കാണുന്ന അറ്റ്മോസ്ഫിയറിന്റെ നേച്ചറിനെ അല്ല ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അത് വെതറാണ്. വെതർ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒരു നീണ്ട പീരീഡ്, കുറേ പീരീഡ് ഓഫ് ടൈം എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിന്റെ ഒരു നേച്ചർ, അതാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കത് പറയാം ലോങ് ടേം ഷിഫ്റ്റ്. അപ്പോൾ ഒരു കുറച്ച് സെറ്റ് ഓഫ് മന്ത്സ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, അതിനെ ക്ലൈമറ്റ് എന്ന് പറയാം. അപ്പോൾ അത് എങ്ങനെയാണോ ആകേണ്ടത് അതിൽ നിന്ന് മാറ്റങ്ങൾ വരുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയും, അല്ലേ? അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പം ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ലോങ് ടേം ഷിഫ്റ്റ് ആണ്, അല്ലേ? ലോങ് ടേം ഷിഫ്റ്റ് ആണ്. എന്തിലൊക്കെയാണ് ഒരു മാറ്റം വരുന്നത്? ടെമ്പറേച്ചറിൽ വരും. പ്രസിപ്പിറ്റേഷൻ. എന്താ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്? എക്സാമ്പിൾ പറയാമോ? പ്രസിപ്പിറ്റേഷന് മഴ ഒരു പ്രസിപ്പിറ്റേഷൻ ആണ്, അല്ലേ? പിന്നെ ആലിപ്പഴം, അതായത് ആലിപ്പഴം എന്ന് കേട്ടിട്ടുണ്ടോ? ഐസ് കട്ട പൊഴിയുന്ന കണ്ടിട്ടില്ലേ? ഓക്കെ. അപ്പം ആലിപ്പഴം ഹെയിൽസ് എന്ന് പറയും എന്നെ ഇംഗ്ലീഷിൽ, അല്ലേ? അപ്പം ഹെയിൽസ് എന്തോ സോളിഡോ ലിക്വിഡോ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എർത്തിൻ്റെ സർഫസിലേക്ക് വീഴുന്ന അതിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ. മഴയപ്പോൾ ഒരു പ്രസിപ്പിറ്റേഷൻ അല്ലേ? ഓക്കെ. പിന്നെ വിൻഡ് പാറ്റേണിൽ വ്യത്യാസങ്ങൾ വരും. അപ്പം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പം ഇതിലെല്ലാം മാറ്റം വരുന്നതിന് നമ്മൾ എന്തെന്ന് പറയാം? ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയാം. വിൻഡ് പാറ്റേൺ. അപ്പം നമുക്ക് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നത്. വോൾക്കാനിക് ഇറപ്ഷൻസ് കൊണ്ട് ഉണ്ടാകാം. സോളാർ റേഡിയേഷൻസ്, സൂര്യൻ്റെ റേഡിയേഷൻ, അതിലെ വ്യത്യാസം കൊണ്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകാം. കാർബൺ സൈക്കിൾസ് ഉണ്ട്. കാർബൺ സൈക്കിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും നേരത്തെ. അപ്പം അങ്ങനെയുള്ള ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ്, അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, അത് വേറെ ടോപ്പിക്കാണ്. അപ്പം അതുമൂലം ഒക്കെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാം. പക്ഷേ എന്നാലും ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, അതിന് ഏറ്റവും കാരണക്കാരി മനുഷ്യരാണ്. ആന്ത്രപ്പോജനിക് ഇൻഫ്ലുവൻസ്, മനുഷ്യരുടെ എന്താണ് ഒരു ഇടപെടൽ കൊണ്ട്, അവരുടെ ഓരോ എന്താണ് അവരുടെ ഇൻവോൾവ്മെന്റ് കൊണ്ട് ക്ലൈമറ്റിൽ ചേഞ്ച് ഉണ്ടാകുന്നതാണ് ഏറ്റവും സീരിയസ് ആയിട്ട് ഇപ്പം എല്ലായിടത്തും ചർച്ച ചെയ്യുന്നത്. അതിനെയാണ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുമൂലമാണ് നമ്മളിപ്പോൾ കാലം തെറ്റിയുള്ള മഴയും പിന്നെ ലാൻഡ് സ്ലൈഡ്സും ഒക്കെ നമ്മൾ ഈ അടുത്തിടയ്ക്കും കണ്ടില്ലേ? വയനാട്ടിലൊക്കെ കണ്ടില്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് മനുഷ്യൻ മൂലം ഹ്യൂമൻ മീഡിയേറ്റഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നത്? ബേണിങ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, ഡീഫോറസ്ട്രേഷൻ, അല്ലേ? വനങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് അവിടെയൊക്കെ ഓരോ കൺസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്യത്തില്ലേ? ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് ഒക്കെ ചെയ്യത്തില്ലേ? ഇതെല്ലാം ഹ്യൂമൻ മീഡിയേറ്റഡ് ആക്ടിവിറ്റീസ് ആണ്. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ക്ലൈമറ്റ്, നമുക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ആ ക്ലൈമറ്റ് എല്ലാം മാറി മറിഞ്ഞു, അല്ലേ? നമുക്ക് ആവശ്യത്തിന് മഴയില്ല, വെയിൽ വേണ്ടപ്പം മഴ വേണ്ടപ്പം വെയിൽ. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് പഠിക്കാം, മനസ്സിലാക്കാം. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുമ്പോൾ അത് കുറേ കാര്യങ്ങളെ ബാധിക്കും. നമ്മുടെ ടെമ്പറേച്ചർ, ഗ്ലോബൽ ടെമ്പറേച്ചർ, കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോന്നോരാട് കുറച്ച് എണ്ണത്തിൻ്റെ പേര് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ.
ഗ്ലോബൽ ടെമ്പറേച്ചർ പിന്നെ കൂടും. പിന്നെ ആഗോളതാപനം മൊത്തം ഭൂമിയിലുള്ള ടെമ്പറേച്ചർ കൂടും. പിന്നെ ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യും. പിന്നെ സീ ലെവൽ റൈസ് ചെയ്യും. പിന്നെ എക്സ്ട്രീം വെതർ ഇവന്റ്സ് കണ്ടോ, കൊടുങ്കാറ്റും പിന്നെ എന്തുവാണ് സൈക്ലോൺ, ടൊർണാഡോ, ഹെറിക്കെയിൻസ്, പിന്നെ എന്താണ് ഫ്ലഡ് അല്ലേ, എക്സ്ട്രീം വെതർ ഇവന്റ്സ് ഇതെല്ലാം വരും അല്ലേ. എക്കോസിസ്റ്റം എല്ലാം ഡിസ്റ്റർബ്ഡ് ആവും. ഹ്യൂമൻ സൊസൈറ്റി ഡിസ്റ്റർബ്ഡ് ആവും. എല്ലാം ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് നാച്ചുറലി ഉണ്ടാവുന്നു, അത്രയൊന്നും പ്രശ്നമല്ലായിരുന്നു. ഹ്യൂമൻ മീഡിയേറ്റർ ആയപ്പോഴാണ് ഇത്രയും പ്രശ്നമായത് അല്ലേ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട്സ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ റൈസ് ഇൻ ടെമ്പറേച്ചർ. ശരിയാണ് അല്ലേ. ഓരോ വർഷവും സമ്മർ ആവുമ്പോഴത്തേക്ക് ചൂട് കൂടി 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 വരുമല്ലേ. നമ്മളതെല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അത് നോക്കാം. റൈസ് ഇൻ ടെമ്പറേച്ചർ. നാച്ചുറലി പിന്നെ എന്താണ് ടെമ്പറേച്ചർ സമ്മറിൽ മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാമായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോൾ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും എല്ലാം കൂടിയപ്പോഴത്തേക്ക് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാട്ടിലും ഒരുപാട് കൂടിയിരിക്കുന്ന ടെമ്പറേച്ചർ. അത് കാരണം നമ്മുടെ എക്കോസിസ്റ്റത്തിനൊക്കെ ഒരുപാട് നാശം, എക്കണോമിക്ക് ഒരുപാട് ദോഷം, എന്തിന് ഹ്യൂമൻ സൊസൈറ്റിയിൽ തന്നെ പല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് മനസ്സിലാക്കാം ഓരോന്ന് അല്ലേ. എൻവിയോൺമെന്റൽ ഇമ്പാക്ട്സ് തന്നെ നമ്മൾ പല ഹെഡിങ് ആയിട്ടാണ് പോകുന്നത്. ആദ്യം നമ്മൾ എൻവിയോൺമെന്റിൽ ഉണ്ടാവുന്ന റൈസ് ഇൻ ടെമ്പറേച്ചർ മൂലം എൻവിയോൺമെന്റിൽ ഉണ്ടാവുന്ന ഇമ്പാക്ട്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഗ്ലേഷ്യർ ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. പോളാർ ഐസ് ക്യാപ്പ് ഉരുകുകയാണ്. അപ്പൊ അതന്നെ ഗ്ലേഷ്യർ ആൻഡ് ഐസ് ക്യാപ്പ് മെൽട്ടിങ്. കണ്ടോ, മറ്റേതൊക്കെ മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുകാലം വരുമ്പോൾ അതിനൊക്കെ ഒരു തോതുണ്ട്, ഒരു റേറ്റ് ഉണ്ട് ഉരുകുന്നതിന്. ഇപ്പം അഗ്രവേറ്റ് ആണ്, ഭയങ്കര ചൂടായപ്പോഴത്തേക്ക് ഭയങ്കര ഫാസ്റ്റിൽ പെട്ടെന്ന് ഉരുകുന്നു, ഒരുപാട് ക്വാണ്ടിറ്റി മെൽറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. പോളാർ ഐസ് ക്യാപ്സ് നമുക്കൊന്ന് കണ്ടാലോ. ഇതാണ്ട് ഇങ്ങനെ ഹ്യൂജ് ബ്ലോക്സ് ഓഫ് ഐസ് ക്യാപ്സ് ഉണ്ട് പോളാർ റീജിയനിൽ. അവിടെ അതിൻ്റെതായ പ്രത്യേകം എക്കോസിസ്റ്റം ഉണ്ട്, അവിടെയുള്ള ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഡിസ്റ്റർബൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടിട്ടില്ല അവലഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ പീസസ് ഓഫ് ഈ ഗ്ലേഷ്യേഴ്സ് ഇത് ഇളകിയിട്ട് ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇളകി ഇങ്ങനെ മൂവ് ചെയ്ത് വരും. അപ്പം അതിൻ്റെ അടിയിൽ പെട്ട് കഴിഞ്ഞാൽ അനിമൽസിനായാലും മനുഷ്യരും എല്ലാവരും മരിച്ചു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. ആ അവലാഞ്ചസിൻ്റെ മൂവ്മെൻറ്റ് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. നോക്കി ഇതൊരു വലിയ അവലാഞ്ചസ് ആണ്. അവിടെ ഇരിക്കും. അപ്പോൾ പോളാർ ഐസ് ക്യാപ്സ് അത് ഇൻടാക്റ്റ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ അതിന് ഡിസ്റ്റർബൻസ് സംഭവിച്ചാൽ എന്തെല്ലാം സംഭവിക്കും, ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ അവിടെ താമസിക്കുന്ന അവിടെ ഉള്ള കുറേ അനിമൽസ് ഉണ്ട്. മെയിനായിട്ടും നമ്മുടെ പോളാർ ബിയേഴ്സ്, സീൽസ്. അപ്പോൾ പോളാർ ബിയേഴ്സിൻ്റെ ഫുഡാണ് സീൽസ്. ഇവർ തമ്മിലൊരു ബാലൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഇവരുടെ രണ്ടുപേരുടെയും എക്സിസ്റ്റൻസിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം ഈ ഐസ് ക്യാപ്സ് ഉരുകി ഇല്ലാതായിക്കൊണ്ട് ഒരു ലെവലിനും അപ്പുറം കവിഞ്ഞ് ഉരുകി ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും. അപ്പോൾ അവരുടെ എക്സിസ്റ്റൻസിനെ അത് ബാധിക്കും. സീ ലെവൽ റൈസ്. അതെങ്ങനെ സീ ലെവൽ റൈസ് ചെയ്യും? ഈ ഗ്ലേഷ്യേഴ്സ് ഐസ് ക്യാപ്പ് ഒക്കെ മെൽറ്റ് ചെയ്യുമ്പോൾ എന്തും ഉണ്ടാവുന്നത്? വെള്ളമല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വെള്ളമെല്ലാം സീയിലേക്ക് ഒഴുകി ചെല്ലുമല്ലോ എന്തോ ആയാലും. അപ്പോൾ എന്താണ് നമുക്കറിയാം സീ ലെവൽ ഇൻക്രീസ് ചെയ്യും. സീ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ലോ ലൈങ് ഏരിയാസ് വെള്ളത്തിൻ്റെ അടിയിലാവും. സബ്മേർജൻസ് ഓഫ് ലോ ലൈങ് ഏരിയാസ്, കോസ്റ്റൽ കോസ്റ്റൽ റീജിയൻ ഇങ്ങനെ പതുക്കെ ഇറോഡ് ചെയ്ത് കടലിലേക്ക് അല്ലേ, ഇറോഡ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. ഗ്രാജുവലായിട്ട് കോസ്റ്റൽ ഏരിയാസ് കുറയും. സലൈനിറ്റി, ഫ്രഷ് വാട്ടർ സിസ്റ്റത്തിൽ സലൈനിറ്റി കൂടും. അതെങ്ങനെയാണ്? ഫ്രഷ് വാട്ടർ കഴിഞ്ഞാൽ റിവേഴ്സ് ഫൈനലി എംറ്റി ചെയ്യുന്നത് സീയിലോട്ട് ആണല്ലോ അല്ലേ. ഇപ്പം റിവേഴ്സും ലേക്സും ഒക്കെ ആണെങ്കിലും അപ്പോൾ അവിടെ ആ മീറ്റിംഗ് പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു റിവർ, സീ,
റിവർ, സീ. അപ്പം ഇവിടെ വെള്ളം കൂടുമ്പം സീ വാട്ടർ ഇങ്ങോട്ട് കയറുമല്ലോ, ഇൻട്രൂഡ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ ഫ്രഷ് വാട്ടർ സിസ്റ്റത്തിലെ സലൈനിറ്റി കൂടും. അപ്പോൾ സലൈനിറ്റി കൂടി എന്താ പ്രശ്നം? അതിന് സലൈനിറ്റി കൂടിയാൽ അവിടെ ഉള്ള ഓർഗാനിസംസിന് ആ റിവറിൽ ജീവിക്കാൻ പറ്റാതാവും. അവിടുത്തെ എക്കോസിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആവും. അതാണ് അവിടെ പ്രശ്നം. മനസ്സിലായോ? അപ്പോൾ ഇതാ എൻവിയോൺമെൻറ്റൽ ഇമ്പാക്ട്സ്. ഇനി നമുക്ക് എക്കോസിസ്റ്റത്തിലും ബയോഡൈവേഴ്സിറ്റിയിലും സ്പെസിഫിക്കലി എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും എന്ന് നോക്കി. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് ഹാബിറ്റാറ്റ് അപ്പോൾ ഒരു പക്ഷികളുടെ എടുത്തു കഴിഞ്ഞാലും അനിമൽസിൻ്റെ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടല്ലേ അവർക്കൊക്കെ താമസിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വ്യത്യാസം വരുമ്പം അവിടെ ചില ഓർഗാനിസംസ് നഷ്ടപ്പെട്ടു പോകും, അവരുടെ ഫുഡില്ലാതെ വരും. ഫുഡില്ലാതെ വരുമ്പോഴത്തേക്ക് പിന്നെ നേരത്തെ മൈഗ്രേറ്റ് ചെയ്യാത്തവ മൈഗ്രേറ്റ് ചെയ്യും, നേരത്തെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നവ അത് യൂഷ്വലി പോകുന്നിടത്തുനിന്ന് പോകാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും. അങ്ങനെയുള്ള മൈഗ്രേഷൻ പാറ്റേണിൽ എല്ലാം വ്യത്യാസം വരും. അപ്പോൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തവർ അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യും? അവർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോവും അല്ലേ? ഒരു സ്പീഷീസ് നമുക്കറിയാം, നമ്മുടെ ഈ ബയോഡൈവേഴ്സിറ്റിയുടെ എക്സിസ്റ്റൻസ് തന്നെ അല്ലേ, ഒരു പർട്ടിക്കുലർ ജീവിവർഗം പോയാൽ ഒരു ചെയിൻ പോണക്കല്ലേ, ഒരു ചെയിൻ പോലെയല്ലേ. ഒരെണ്ണത്തിനെ തിന്നും, അത് അടുത്തതിനെ തിന്നും, അത് അതിൻ്റെ അടുത്തതിനെ തിന്നും, ഇങ്ങനെ തമ്മിൽ റിലേറ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാതായി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഇതിനെ ബാധിക്കത്തില്ലേ? അതാണ് പറഞ്ഞത്. അപ്പം പതുക്കെ മൊത്തത്തിൽ ബയോഡൈവേഴ്സിറ്റിയെ ബാധിക്കും. കോറൽ ബ്ലീച്ചിങ്, ഒരുപാട് ചൂടുള്ള ഓഷ്യൻ ടെമ്പറേച്ചർ ഒരുപാട് കൂടിയാൽ നമ്മുടെ കോറൽ റീഫ്സ് ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ള മനോഹരമായിട്ട് ഫ്ലവേഴ്സ് പോണക്കൊക്കെ ഇരിക്കുന്ന കടലിനടിയിലെ ഗാർഡൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കളർ കൊടുക്കുന്ന ചില ആൽഗകളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ചത്തുപോകും. അപ്പം ബ്ലീച്ച്ഡ് ആകുമ്പം ഈ കോറലിൻ്റെ ഭംഗിയെല്ലാം പോയിട്ട് അതെല്ലാം വെളുത്തിരിക്കും, വിളറിയത് പുണക്കിരിക്കും. ഇത് കളർഫുൾ ആയിട്ടുള്ള കോറൽ, ഇത് കേട്ടോ ബ്ലീച്ച്ഡ് ആയിട്ട് മാറിയത് കണ്ടാ. അപ്പം അങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടാവും. എക്സ്ട്രീം വെതർ കേട്ടോ. വെതർ എന്താന്ന് ഞാൻ പറഞ്ഞത് അറിയാലോ. വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ, വെതർ ക്ലൈമറ്റ് ഓർമ്മയുണ്ടല്ലോ. ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ലോങ് ടേം ചേഞ്ച്, വെതർ എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ് പ്രസൻറ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ക്ലൈമറ്റ് കണ്ടീഷനാണ് വെതർ എന്ന് പറയുന്നത്. അപ്പം വെതർ എക്സ്ട്രീംസ് ഉണ്ടോ, അത് എക്സ്ട്രിമിറ്റീസിലെത്തും. ഹീറ്റ് വേവ്സിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. എന്താ ഹീറ്റ് വേവ്സ്? ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കുറേ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും അറ്റ്മോസ്ഫിയർ. അതിനെ ഹീറ്റ് വേവ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് സൂര്യാഘാതം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, വെളിയിൽ ഇറങ്ങരുത് സൂര്യാഘാതമേക്കും എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ള പീരീഡ് അതിൻ്റെ ഫ്രീക്വൻസിയൊക്കെ കൂടും അല്ലേ? അതേപോലെ പ്രസിപ്പിറ്റേഷൻ പാറ്റേൺ, അതിന് മാറ്റങ്ങൾ സംഭവിക്കും. പ്രസിപ്പിറ്റേഷൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഇപ്പം വേണ്ടുന്ന സമയത്താണോ മഴ വരുന്നത്? അല്ല, നല്ല വേനൽക്കാലത്ത് ഭയങ്കര മഴയാണ് അല്ലേ? അപ്പം പണ്ട് തുലാമഴയെന്നൊക്കെ പറയും, ഭയങ്കര ഓടിയോട് മഴയെന്നൊക്കെ പറയത്തില്ലേ, അതൊന്നും കറക്റ്റ് ടൈമിലാണെന്ന് വരുന്നില്ല. അതിൻ്റെ മൊത്തം പ്രസിപ്പിറ്റേഷൻ പാറ്റേൺ മൊത്തം മാറും. നമ്മൾ നനച്ചിരിക്കാത്ത സമയത്ത് അതിഭയങ്കരമായ മഴ വരും. അതിഭയങ്കരമായ മഴയോടൊപ്പം എന്തോട് ലാൻഡ് സ്ലൈഡ്സ് ഇപ്പോൾ നമ്മൾ കണ്ടു വയനാട്ടിലല്ലേ, ഡ്രൗട്ട്സ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എക്സ്ട്രീം വെതർ ബിക്കോസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പം നമ്മൾ ഒരു ഭയങ്കര ഭാഗമാണ് അതിൻ്റെ. നമ്മളതിനെ സ്പീഡ് കൂട്ടി, അതിൻ്റെ എക്സ്റ്റെൻറ്റ് കൂട്ടി ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ. സ്റ്റോംസ്, ഹ്യൂറിക്കെയിൻസ്, ഇത് രണ്ടും ഇൻറ്റൻസിഫൈ ചെയ്തു അല്ലേ വാമർ ഓഷൻസിൽ. സ്റ്റോംസ്, ഹ്യൂറിക്കെയിൻസ്, എന്തോ വ്യത്യാസം? സ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ടേമാണേ. ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ മൊത്തം ഒരു സ്വഭാവം. അതിനകത്ത് എന്തുണ്ടാകും? കൊടുങ്കാറ്റുണ്ടായിരിക്കും, ഭയങ്കര മഴയുണ്ടായിരിക്കും, പിന്നെ ഇടിമിന്നൽ, ഇതെല്ലാം കൂടെ ചേർന്നുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു മുഖമാണ് സ്റ്റോം എന്ന് പറയുന്നത്. ഹ്യൂറിക്കെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ സൈക്ലോൺസിൻ്റെ ഒരു ടൈപ്പാണ് കേട്ടോ. ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള സ്റ്റോം, ഒരു പർട്ടിക്കുലർ രീതിയിൽ മൂവ് ചെയ്യുന്ന സ്റ്റോമാണ് ഹ്യൂറിക്കെയിൻ. അപ്പം ഞാൻ ജസ്റ്റ് കാണിക്കാം അത് രണ്ടേ. ഹ്യൂറിക്കെയിൻ ആണേ. ടൊർണാഡോ, ഹ്യൂറിക്കെയിൻ, കറങ്ങി അടിക്കുന്നത് കേട്ടാ. സ്റ്റോം മൊത്തം
ഇടി, മിന്നൽ എല്ലാം വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്രീക്വൻസിയും എല്ലാം കൂടി നമ്മളതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും നമ്മളൊക്കെ സൂക്ഷിച്ച് കണ്ടുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു എന്താ പറയുക മാർജിൻ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി. അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി അവിടെ എങ്ങനെയാ ബാധിക്കുന്നതെന്ന് നോക്കി. ക്രോപ്പ് ഈൽഡ് കണ്ടോ. അപ്പോൾ ക്രോപ്പ് ഈൽഡിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. പ്രൊഡക്റ്റീവ് സ്റ്റേപ്പിൾ ക്രോപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ക്രോപ്സ് ആയിട്ടുള്ള ഏതൊക്കെയാ? വീറ്റ്, റൈസ്, മെയ്സ്. അപ്പം ഇതിൻ്റെയൊക്കെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ. പിന്നെ അഗ്രികൾച്ചറൽ സോൺസിൽ ഷിഫ്റ്റ് സംഭവിക്കും. അപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ എർത്ത് എടുക്കുമ്പോഴത്തേക്ക് പോളാർ റീജിയൻ ഉണ്ട്, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ടെമ്പറേറ്റ് ഉണ്ട്, പിന്നെ ഇത് ഇക്വേറ്ററിൻ്റെ അടുത്തോട്ടുള്ളത് എന്തുവാ ട്രോപ്പിക് അല്ലേ, ട്രോപ്പിക്. ഇപ്പോൾ ഇവിടെയും ട്രോപ്പിക് ഉണ്ട്, ഇവിടെയും ട്രോപ്പിക് ഉണ്ട്, ഇവിടെ ടെമ്പറേറ്റ് ഉണ്ട്. അപ്പം ഈ ട്രോപ്പിക് റീജിയൻ എന്ന് പറയുമ്പോൾ പൊതുവേ ചൂട് ടെമ്പറേറ്റിനെ അപേക്ഷിച്ചിലൂടെ വാമായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ ഓൾറെഡി പിന്നെയും ചൂട് കൂടിയാൽ എന്ത് പറ്റും? അവിടെയുള്ള വിളകളെല്ലാം കരിഞ്ഞ് നാശമായി പോവില്ലേ? അപ്പം ടെമ്പറേറ്റ് റീജിയനപ്പോൾ അതിത്തിരി ഗുണം ചെയ്യും. ഓൾറെഡി അവിടെ ഇച്ചിരി ടെമ്പറേച്ചർ കുറവായിരുന്നു, അവിടെ ഇച്ചിരി വാമായപ്പോഴത്തേക്ക് ഇവിടെ വളരുന്നതെല്ലാം അങ്ങോട്ട് അവിടെ ആ റീജിയനിൽ നല്ലോണം വളരാൻ തുടങ്ങും. അപ്പം അങ്ങനെ അഗ്രികൾച്ചറൽ സോൺസിൽ ഷിഫ്റ്റ് സംഭവിക്കും, ഒരു മാറ്റം സംഭവിക്കും. മനസ്സിലായോ? ടെമ്പറേറ്റ് സോൺസ് ബിക്കം മോർ പ്രൊഡക്റ്റീവ് ആൻഡ് ട്രോപ്പിക്കൽ സോൺ ഫേസ് ഡിക്ലൈൻസ്. ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫിഷറീസ്, അവിടെ എന്തോ വ്യത്യാസം വരുന്നത്? ശരിയല്ലേ, ചൂട് കൂടുമ്പോഴത്തേക്ക് ലൈഫ് സ്റ്റോക്ക്, അതായത് നമ്മുടെ ആട്, മാടുകൾ, കോഴി, അങ്ങനെയുള്ള നമ്മുടെ എന്താ അങ്ങനെയുള്ള ഏരിയ സെക്ടേഴ്സ്, അതാണ് ഉദ്ദേശിച്ചത്, സെക്ടേഴ്സ് അതിനെയൊക്കെ ബാധിക്കും. ഫിഷ് കൾച്ചേഴ്സ് ഇതിനെയെല്ലാം ബാധിക്കും. അതിൻ്റെ ഫീഡിൻ്റെ അവൈലബിലിറ്റി ഒക്കെ കുറയും. പിന്നെ മറൈൻ എക്കോസിസ്റ്റം എടുത്തുമ്പോഴേ അതിൽ വ്യത്യാസം വരുമ്പോഴത്തേക്ക് ഫിഷ് സ്റ്റോക്ക്, പിന്നെ നമുക്ക് കിട്ടുന്ന മീനിൻ്റെ ആ അളവ്, അതിനെ കിട്ടുന്ന സീസൺ, അതിനെല്ലാം വ്യത്യാസം സംഭവിക്കും. ഫുഡ് സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം മീനിൻ്റെ കാര്യം തന്നെ എടുത്ത് വെച്ച് പറയുമ്പോൾ, അപ്പം മീനിനെ ഒരിടത്തുനിന്ന് പിടിച്ചു അല്ലേ, പിടിച്ചിട്ട് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, പിന്നെ അത് മാർക്കറ്റിൽ എത്തിക്കണം. അതന്നെയാണ് ഫുഡ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇപ്പം ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര മഴയോ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ട്രാൻസ്പോർട്ടിനെ ബാധിക്കും. അപ്പോൾ അത് മാർക്കറ്റിൽ കറക്റ്റ് സമയത്ത് ആ ഫുഡ് സപ്ലൈ എത്തണമെന്നില്ല അല്ലേ. അപ്പം മാർക്കറ്റിൽ എത്തുന്ന ഫുഡ് സപ്ലൈയുടെ എമൗണ്ട് കുറയും, അപ്പോൾ വില കൂടും അല്ലേ. ഹയർ ഫുഡ് പ്രൈസസ് ഡ്യൂ ടു റെഡ്യൂസ്ഡ് സപ്ലൈ. അപ്പോൾ അതാണ് ഫുഡ് സപ്ലൈ ചെയിൻസ് ഒക്കെ ഡിസ്റ്റർബ്ഡ് ആവും. അത് അടുത്ത ഒരു ഇമ്പാക്റ്റ് ആണ്. ഇനി ഹ്യൂമൻ ഹെൽത്തിനെ നമുക്കറിയാം, ഇത് ടെമ്പറേച്ചർ കൂടിയ തീർച്ചയായിട്ടും അത് അഫക്റ്റ് ചെയ്യും. ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ്, ഹീറ്റ് എക്സോഷൻ, കണ്ടോ, വിയർത്ത് ഹീറ്റ് സ്ട്രോക്ക്, സൂര്യാഘാതം, കാർഡിയോവാസ്കുലർ ഇഷ്യൂസ്. നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് വിയർത്ത് വെള്ളം പോകുമ്പോഴത്തേക്ക് ബോഡിയിലെ pHും ഒക്കെ വ്യത്യാസപ്പെടും. അതൊക്കെ അഫക്റ്റ് ചെയ്യും. BP വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൽനെസ് ഒക്കെ ഉണ്ടാവും. അത് കൂടുതലും ആർക്കായിരിക്കും? ഓൾഡർ പീപ്പിൾസിനായിരിക്കും, ചിൽഡ്രൻ, കുട്ടികൾക്കുമൊക്കെ ആയിരിക്കും ഈ ഹെൽത്ത് കണ്ടീഷൻസ് ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ അത് കണക്ക് എക്സ്ട്രീം ക്ലൈമറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വെക്ടർ ബോൺ ഡിസീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹകർ, ഡിസീസ് കോസിങ്, അത് മൊസ്കിറ്റോസ് പരത്തുന്നത്, അതേപോണക്ക് എന്തുവാണ് ഡെങ്കു ഒക്കെ നമ്മൾ എന്തുവാണ് മലേറിയ, ഡെങ്കു ഇതൊക്കെ മൊസ്കിറ്റോസ് പടർത്തുന്ന. പണ്ടൊക്കെ ഒരു പനി എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയാണോ? അല്ല. പനി എന്ന് വരുമ്പോൾ അത് ഏത് ടൈപ്പാണ്, പല വെറൈറ്റിയാണ് അല്ലേ. എന്തൊരു മങ്കി ഫീവർ, ഏതെല്ലാം വെറൈറ്റിയാണ് അതിൻ്റെ, ഈ വിരലിൽ എണ്ണിയ തീരത്തില്ല. അത്രത്തോളം ഡൈവേഴ്സിറ്റിയാണ് ഇപ്പോഴുള്ളൊരു പനിയിൽ പോലും. അപ്പം അതെല്ലാം ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. റെസ്പിറേറ്ററി ഇഷ്യൂസ് അല്ലേ, ടെമ്പറേച്ചർ കൂടിയപ്പോഴത്തേക്ക് എയർ പൊല്യൂഷൻ വന്നു, അങ്ങനെ റെസ്പിറേറ്ററി ഇഷ്യൂസ്, ആസ്മയൊക്കെ കൂടി അല്ലേ.
ഈ എക്കണോമിക് ഇമ്പാക്ട്സ് അതെന്തായാലും കാണുമല്ലോ. ഇത്രയും നാശമൊക്കെ ഉണ്ടാകുമ്പോൾ എക്കണോമിക് ഇമ്പാക്ട്സ് ഉണ്ടാവും. ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ്, എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഡാമേജ് ഉണ്ടാവും. അതിനെ റിപ്പയർ ചെയ്യണമെങ്കിൽ എന്തോ വേണം? ശരിക്കും എക്കണോമി പൈസ വേണം. അതുകൊണ്ട് എക്കണോമിക്കലിയും ഒരു ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. ചൂട് കൂടുമ്പോഴത്തേക്ക് കൂളിംഗ് കോസ്റ്റ് അല്ലേ, എല്ലാവരും എ സി വാങ്ങി വെക്കും. അപ്പം കൂളിംഗ് കോസ്റ്റ്, അപ്പം കറണ്ട് ഒരു അധികം ഉപയോഗിക്കും. അപ്പം അത് ജനറേറ്റ് ചെയ്യാൻ, അത് വർക്ക് ചെയ്യാൻ, അപ്പം എല്ലാം എക്കണോമി യൂസ് ചെയ്യുന്നതാണ്. ലോസ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ചൂട് കൂടുമ്പം ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ചൂട് കൂടുമ്പം ഗവൺമെന്റ് തന്നെ അഡ്വൈസ് ചെയ്യത്തില്ലേ, പുറത്ത് ഉള്ള ലേബറിങ് ഇത്ര സമയത്ത് ഒഴിവാക്കണം. അപ്പം അത് പ്രൊഡക്ടിവിറ്റിയെ കുറയ്ക്കത്തില്ലേ? ഹീറ്റ് സ്ട്രെസ് മൂലമല്ലേ ഉണ്ടാവുന്നത്. അപ്പം അഗ്രികൾച്ചർ ഫീൽഡിലായാലും അത് പ്രൊഡക്ടിവിറ്റി കുറയ്ക്കും, എക്കണോമിക് ലോസ് ഉണ്ടാവും. ഫിഷറീസിലായാലും ടൂറിസം സെക്ടറിലായാലും എല്ലാത്തിലും ഈ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഈ ടെമ്പറേച്ചർ റൈസ് അത് കുറയ്ക്കാൻ, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കുക. ഇതാണ് വില്ലൻ. ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണെന്ന് അറിയാമോ? നമ്മുടെ എർത്തിന്റെ സർഫസിൽ ഇതിപ്പോൾ സൺ റേഡിയേഷൻ വന്നിട്ട് ഇത് മൊത്തത്തിൽ തിരിച്ചു പോകാതെ കുറച്ച് റേഡിയേഷൻ ഇവിടെ ട്രാപ്പ് ചെയ്യാൻ ചില ഗ്യാസ് ഉണ്ട്, അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് അങ്ങ് തണുത്ത്, ഭൂമിയുടെ സർഫസ് ഒരുപാട് തണുത്ത് പോകാതെ ഒരു വാംത്ത് നിലനിൽക്കുന്നത്. പക്ഷേ ഈ ഗ്യാസ് ഒരുപാട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൂര്യൻ്റെ റേഡിയേഷൻസ് എല്ലാം ഇവിടെ പിടിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് ഭയങ്കരമായിട്ടങ്ങ് കൂടത്തില്ലേ? അപ്പം ഈ പിടിച്ചു നിർത്തുന്ന ആൾക്കാരുടെ പേരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. അമൃത് അധികമായാലും വിഷമാണ് അല്ലേ? അത് തന്നെ ഇവിടെ കാര്യം. അപ്പം വേണം ഗ്രീൻ ഹൗസ് ഗ്യാസസ്, പക്ഷേ അത് ഒരുപാട് കൂടി ഇപ്പം ഉണ്ട് ആവശ്യത്തിന്. ഇനിയും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് ഒരുപാട് കൂടും. അതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ അത് കുറയ്ക്കുക. കാർബൺ ഡയോക്സൈഡ്, മീത്തൈൻ, നൈട്രസ് ഓക്സൈഡ്, ഇതൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് കേട്ടോ. അതപ്പോൾ അതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കണം. റിന്യൂവബിൾ എനർജി അഡോപ്ഷൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അളവുകൾ കുറയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തുവാണ്? എനർജി എഫിഷ്യൻസി കൂട്ടണം. എങ്ങനെ? കാർബൺ സെക്വിസ്ട്രേഷൻ നടത്തണം. എന്തോ കാർബൺ സെക്വിസ്ട്രേഷൻ? കാർബൺ ഡയോക്സൈഡ് നമ്മൾ കണ്ടു ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പോൾ ഈ കാർബൺ അറ്റ്മോസ്ഫിയറിൽ പോകാതെ അതിനെ പിടിച്ചു വെക്കാൻ പ്ലാന്റ്സ് ഒത്തിരി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് ഈ കാർബണെ പിടിച്ചെടുത്തോളൂ അല്ലേ? അപ്പോൾ അതൊരു രീതിയിൽ കാർബൺ സെക്വിസ്ട്രേഷനാണ്. ഓഷൻ, കടൽ കുറേ കാർബണെ ഇങ്ങനെ പിടിച്ച് കടലിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് കാർബൺ സെക്വിസ്ട്രേറ്റ് ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ഇനി അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്? എക്സ്ട്രീം വെതേഴ്സ്, നമ്മൾ ലാൻഡ് സ്ലൈഡ് ആണെങ്കിലും കോസ്റ്റൽ ലൈൻ ഇറോഷൻ, പിന്നെ എന്താണ് സീ വയലൻറ്റ് സീ ഇത് വരുമ്പോഴത്തേക്ക് എന്താണ് ഫ്ലഡിങ്, അതൊക്കെ വരുമ്പോഴത്തേക്ക് അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബാരിയേഴ്സ്, അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും പിന്നെ കൺസ്ട്രക്ഷൻസും ഒക്കെ ചെയ്യണം. ഹീറ്റ് ടോളറൻ്റ് ആയിട്ടുള്ള ക്രോപ്പ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യണം. എത്ര ചൂട് കൂടിയാലും കരിഞ്ഞു പോകാത്ത ക്രോപ്പ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യണം. അതുകൊണ്ടൊക്കെ അർബൻ കൂളിംഗ് സ്ട്രാറ്റജീസ്, അതായത് ഗ്രീൻ റൂഫ്സ്, ഷെയ്ഡഡ് പബ്ലിക് സ്പേസസ്. ഷെയ്ഡഡ് പബ്ലിക് സ്പേസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രീസ് ഒക്കെ ഉള്ള, അത് മാക്സിമം ഉള്ള പബ്ലിക് സ്പേസസ്, അതായത് ഇപ്പോൾ ഒരു പാർക്ക് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രീസൊക്കെ ഉള്ള അങ്ങനത്തെ പബ്ലിക് സ്പേസസ് കൂട്ടുക. ഗ്രീൻ റൂഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് വലിയ 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 കൺസ്ട്രക്ഷൻസ് ആണ്. ഇപ്പം വലിയ ഹോട്ടലുകളായ വലിയ വീടുകളാണെങ്കിലും അതിൻ്റെ റൂഫിൽ കുറച്ച് ഗ്രീനറി മീൻസ് എന്താണ് പ്ലാന്റ്സ് നട്ട് വളർത്തും. ഞാൻ കാണിക്കാം. ഇതേപോലെ എന്നെ ഗ്രീൻ റൂഫ്സ് എന്ന് പറയും. അപ്പോൾ അത് ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്.
കൂളിംഗ് എഫക്റ്റ് ആണ്. അപ്പോൾ ഗ്രീൻ റൂഫ്സ് ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പിന്നെ ഗ്ലോബൽ കോപ്പറേഷൻ, കുറേ എഗ്രിമെൻറ്റ്സ് വിത്ത് എന്താണ് ഗ്ലോബലി ഡിഫറെൻറ്റ് നേഷൻസ് തമ്മിൽ എഗ്രിമെൻറ്റ്സ് ഉണ്ട്. ഞങ്ങൾ ഇത്രത്തോളം ഞങ്ങളുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് പാരീസ് അക്കോർഡ് അതൊരു എക്സാമ്പിളാണ്. പാരീസ് അക്കോർഡ്, പാരീസ് എഗ്രിമെൻ്റ് എന്ന് പറയും. ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് December 12, 2015 വന്നതാണ്. അപ്പം ഇത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതിലാണ് ഈ ഒരു എഗ്രിമെൻ്റ് വന്നത്. ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കണം, ഗ്രീൻ ഹൗസ് ഗ്യാസസ് കുറച്ചിട്ട് എന്നുള്ളതാണ് പാരീസ് അക്കോർഡ്. പിന്നെ എന്താണ് ടെക്നോളജി, അതേപോലെ റിസോഴ്സസ് അത് നമ്മൾ ഷെയർ ചെയ്യണം, നേഷൻസ് തമ്മിൽ ഷെയർ ചെയ്യണം. വൾണറബിൾ റീജിയൻസിൽ അത് കഴിഞ്ഞാൽ ഈ എക്സ്ട്രീം ടെമ്പറേച്ചർ റൈസ് അതിൻ്റെ ദൂഷ്യവശങ്ങൾ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന റീജിയൻസിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജിയും റിസോഴ്സസും ഷെയർ ചെയ്യണം. അടുത്ത ഒരു ഇമ്പാക്റ്റ്, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റ് സീ ലെവൽ റൈസ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സീ ലെവൽ റൈസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഈ സീ ലെവൽ റൈസ് ചെയ്യുമ്പോൾ ഇനി എന്താ ഇമ്പാക്ട്സ് ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പം എങ്ങനെയൊക്കെയാണ് സീ ലെവൽ റൈസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഒന്ന്, പോളർ ഐസ് ക്യാപ്സ് ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് വരുമ്പോൾ വെച്ചാൽ ആഗോളതാപനം, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടുമ്പോൾ വെള്ളം ചൂടാവും. വെള്ളം ചൂടാകുമ്പം വാട്ടർ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പം അതിൻ്റെ ലെവൽ റൈസ് ചെയ്യും. അത് തെർമൽ എക്സ്പാൻഷൻ, അതും ഒരു റീസൺ ആണ് സീ ലെവൽ റൈസിനുള്ളത്. അപ്പോൾ ഇനി സീ ലെവൽ റൈസ് ചെയ്താൽ എന്തൊക്കെ ഇമ്പാക്ട്സ്? അപ്പോൾ അതിനകത്ത് നോക്കാം. എൻവിയോൺമെൻറ്റൽ ഇമ്പാക്ട്സ്. ഇപ്പോൾ ഓരോ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്ട്സിൽ ഓരോന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊതുവായിട്ട് ചില ഹെഡിങ്സ് ഉണ്ട്. നിങ്ങൾ നോക്കി വയ്ക്കുക, പോയിന്റ്സ് ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. സീ ലെവൽ റൈസ് ചെയ്യുമ്പോൾ ഉള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കിക്കേ. എൻവിയോൺമെൻറ്റൽ ഇമ്പാക്ട്സ്. കോസ്റ്റൽ ആൻഡ് മറൈൻ എക്കോസിസ്റ്റത്തിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് നോക്കിയേ. ഹാബിറ്റാറ്റ് ലോസ് അല്ലേ. സീ ലെവൽ റൈസ് ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ എന്താണ് സലൈൻ അല്ലാത്ത ഒരു ഹാബിറ്റാറ്റിലോട്ട് അതിൻ്റെ ആ pH വ്യത്യാസം വരത്തില്ലേ, സീ വാട്ടർ ഇൻട്രൂഷൻ വരുമ്പോഴത്തേക്ക്. അപ്പോൾ അവിടെയുള്ള ജീവികൾക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവിടെയുള്ള പ്ലാന്റ്സിന് അവിടെ വളരാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഹാബിറ്റാറ്റുകൾ ഡിസ്ട്രോയിഡ് ആവും. മാംഗ്രൂവ്സ്, കോറൽ റീഫ്സ്, വെറ്റ്ലാൻഡ്സ് അതൊക്കെ പിന്നെ നശിച്ചു പോവും. ഓക്കെ. അപ്പം എന്താണ്, അവിടെയുള്ള ഓർഗാനിസംസും നശിച്ചു പോകില്ല. ഹാബിറ്റാറ്റ് പോകുമ്പോൾ നമുക്ക് സർട്ടൺലി അവിടെയുള്ള ഓർഗാനിസംസും നശിക്കും. എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് ഉണ്ടാവും. ആ എക്കോസിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സ്പീഷീസിന് എക്സ്റ്റിങ്ഷൻ സംഭവിക്കും. എക്കോസിസ്റ്റം മൊത്തത്തിൽ ഡിസ്റ്റർബ്ഡ് ആവും. എക്കോളജിക്കൽ ബാലൻസ് നശിക്കും. ഫുഡ് ചെയിൻസിനെ ബാധിക്കും. ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞതുകൊണ്ട് ഇനി അത് പറയുന്നില്ല എങ്ങനെയാണെന്ന്. അപ്പം ഇതൊക്കെ കോസ്റ്റൽ ആൻഡ് മറൈൻ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് ആണ്. ഇനി സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ ഉള്ള ഒരു പ്രശ്നം ഉണ്ടേ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ റിവേഴ്സ് വന്ന് പറഞ്ഞ ഓൾറെഡി സീൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ സീ വാട്ടർ ഇൻട്രൂഡ് ചെയ്യും. അപ്പോൾ സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ, ഇപ്പം റിവർ വാട്ടറിൻ്റെ എന്താണ് pH വ്യത്യാസം വരും. അപ്പോൾ കണ്ടാമിനേഷൻ ഓഫ് ഫ്രഷ് വാട്ടേഴ്സ് ആൻഡ് അക്വിഫേഴ്സ് ആൻഡ് റിവേഴ്സ് അല്ലേ. അപ്പം ഫ്രഷ് വാട്ടർ കണ്ടാമിനേഷൻ സംഭവിക്കുന്നുണ്ട്. അതേപോലൊക്കെ തന്നെ അഗ്രികൾച്ചറൽ ലാൻഡ് ഡീഗ്രേഡ് ചെയ്യും. സോയിൽ, അവിടെ നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് അതിലെ മണ്ണിൽ കൂടുതൽ സലൈൻ ആകുമ്പോഴത്തേക്ക് നേരത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെ നേരത്തെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന വിളവുകളൊന്നും അവിടെ വളരാതെ ആവുകയും ചെയ്യും. കോസ്റ്റൽ ഇറോഷൻ അല്ലേ. ബീച്ചസ്, കോസ്റ്റൽ ഏരിയാസ് ഒക്കെ ഇറോഡ് ചെയ്ത് ചെയ്യാൻ കടലിലോട്ട് അങ്ങ് ഇറോഡ് ചെയ്ത് പോവും. അങ്ങനെ ഇറോഡ് ചെയ്ത് പോകുന്നതിൻ്റെ വേഗത കൂടും അല്ലേ. ഡ്യൂൺസ്, ക്ലിഫ്സ് അതൊക്കെ ഇല്ലാതാവും. എന്താ ഈ ഡ്യൂൺസ്, ക്ലിഫ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നാച്ചുറലി ഉണ്ടായിട്ടുള്ള ബാരിയറാണ്. നമ്മുടെ ലാൻഡ്, കടലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലും കരയും തമ്മിൽ വേർതിരിച്ചുകൊണ്ടുള്ള നാച്ചുറലായിട്ടുള്ള നല്ല പൊക്കമുള്ള ബാരിയറാണ് ക്ലിഫുകൾ. ആ ക്ലിഫുകളൊക്കെ നഷ്ടപ്പെടും. ഡ്യൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുകൊണ്ടുള്ള ബാരിയേഴ്സ് ആണ്. അത് മണൽ
തിട്ടകളാണ് കാണിക്കാം. ഇത് ഡ്യൂക്സ് ഉണ്ടോ. അപ്പോൾ ഇതൊക്കെ സീ ലെവൽ കൂടുമ്പോൾ ഇതെല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോകും, കടലിഞ്ഞ് കയറും. അതുകൊണ്ട് ക്ലിഫ്സ് ഉണ്ടോ, ക്ലിഫ് ഇതാണ് ഉണ്ടോ. ഇത് നാച്ചുറലി ഉണ്ടായിട്ടുള്ള ക്ലിഫുകളാണ്. ഇറോഷൻ വഴി ഇത് തടയും, കടൽ അങ്ങോട്ട് കയറി ഫ്ലഡ് ചെയ്യുന്നതിന് പ്രിവെൻറ്റ് ചെയ്യും. നമ്മുടെ അടുത്ത് വർക്കല ബീച്ചിൽ ഒരു ക്ലിഫുണ്ട്, പോയിട്ടുള്ളവരുണ്ടായിരിക്കുമല്ലോ. ഓക്കെ. അപ്പോൾ ഇൻലാൻഡ് ഏരിയാസും വൾണറബിൾ ആവും. ഇൻലാൻഡ് ഏരിയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് കോസ്റ്റൽ ഏരിയയിൽ നിന്ന് ഇത്തിരി കൂടെ അകന്ന് നിൽക്കുന്ന ഏരിയ, അവിടെ വരെ സ്റ്റോംസും ഫ്ലഡിങ്ങും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടും. ഇനി സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട്സിനകത്ത് ഈ ഫ്ലഡിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡാമേജ് സൊസൈറ്റിയിൽ അല്ലെ എക്കണോമിക്കലായിട്ട് എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ കണ്ടു ഫ്ലഡ് അല്ലേ, അങ്ങനെ ഒരു സിനിമയൊക്കെ ഇറങ്ങിയില്ലായിരുന്നു 2018. അപ്പം ഫ്ലഡിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയായിരുന്നു അന്നത്തെ, നമ്മൾ ന്യൂസിലൂടെയും ഓരോരുത്തരുടെയും യാതനകളും ഓരോരുത്തരുടെ സർവീസും എന്തൊക്കെ നഷ്ടം എക്കണോമിക്കൽ, അതെല്ലാം നമ്മൾ കണ്ടതാണ് അല്ലേ. അതുകൊണ്ട് നമുക്കത് പറയുമ്പോഴും മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. ഇൻക്രീസ് റിസ്ക് ഓഫ് കോസ്റ്റൽ ഫ്ലഡിങ്, കോസ്റ്റൽ ഏരിയാസ് എന്തായാലും ഫ്ലഡിങ്, സീ ലെവൽ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റൽ ഫ്ലഡിങ് ഉണ്ടാവും, അവിടെയുള്ള വീടുകൾ നഷ്ടപ്പെടും, ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്സ്, ഇലക്ട്രിസിറ്റി, ഇൻഡസ്ട്രീസ്, ഇതെല്ലാം നഷ്ടപ്പെടുന്നതിനോടൊപ്പം എന്താണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ കൺട്രിയുടെ എക്കണോമിക്കും ഒരു ഡിപ്പ് ആയിരിക്കും ഉണ്ടാവുക, ഒരു കുറവ് അല്ലേ. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും റീബിൽഡ് ചെയ്യണമെങ്കിലും ഒരുപാട് എക്കണോമി വേണം, ഒരുപാട് പൈസ വേണ്ടുന്നതാണ്. അതേപോലെ ഇങ്ങനെയുള്ള കലാമിറ്റീസ് ഉണ്ടാകുമ്പോഴത്തേക്ക് കമ്മ്യൂണിറ്റീസിനെ, ആൾക്കാരെ മാറ്റി താമസിപ്പിക്കണ്ടേ, ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ, അപ്പോൾ അവർക്കുള്ള ഫുഡ് അങ്ങനെയൊക്കെയുള്ള അവർ പിന്നെ അത് അവരുടെ വീട് നശിച്ചു പോയതിന് പകരം വീട് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട് അല്ലേ. മില്യൻസ് ബിക്കോസ് ഓഫ് ക്ലൈമറ്റ് റെഫ്യൂജീസ് എന്നാണ് അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്നത്. കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് ലോസ് അല്ലേ, നമ്മുടെ പൈതൃകമായിട്ടുള്ള പല ഈ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് സബ്മേർജ്ഡ് ആയിട്ട് പോവും, കടലിൻ്റെ ഉള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇക്കണോമിക് കോൺസിക്വൻസസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്നാലും പറയാണ്. പ്രോപ്പർട്ടി വാല്യൂസ്, ഇപ്പം വെള്ളപ്പൊക്കം ഉള്ള ഒരു സ്ഥലത്ത് മുമ്പ് ഭയങ്കര വിലയുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ ഏരിയയിൽ പഴയത് പോണക്ക് വിലയുണ്ടാവുമോ? ഇല്ല. ഇനി വയനാട്ടിൽ പോയി ആരെങ്കിലും സ്ഥലം മേടിക്കുമോ ഉടനെ? ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ പ്രോപ്പർട്ടി വാല്യൂസ് കുറയും. അവിടെ ഒരു ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഇൻഷുറൻസിൻ്റെ കോസ്റ്റ് വെച്ചുകഴിഞ്ഞാൽ അടയ്ക്കേണ്ട തുക, അത് എമൗണ്ട് കൂടും ഫ്ലഡ് പ്രോൺ ഏരിയാസിലും. അങ്ങനെ എന്ത് കലാമിറ്റി ഉള്ള ഏരിയാസിലാണെങ്കിലും അതിൽ എക്കണോമിക്കൽ കോൺസിക്വൻസസ് ആണ്. ടൂറിസം, ഇപ്പം വയനാട് എന്ന് ഞാൻ പറയുന്നത് ഈ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ടതുകൊണ്ടാണ്. വയനാടൊക്കെ മുമ്പ് എന്തോരം ടൂറിസം സ്പോട്ട്സ് ഉള്ളത്. അപ്പം പർട്ടിക്കുലർലി ടൂറിസം ഏരിയ ആണ് ഇങ്ങനെ ഒരു കലാമിറ്റി ഫേസ് ചെയ്തെങ്കിൽ അവരുടെ ആ ഏരിയയുടെ ടൂറിസം സ്കോപ്പ് കുറയും, അവിടേക്ക് ആൾക്കാർ വരാതെ വരും, അവിടുത്തെ ഇൻകം കുറയും, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ അഡാപ്റ്റേഷൻ മെഷേഴ്സ് ഉണ്ടല്ലോ, ഈ ഇങ്ങനെ ഫ്ലഡ് ഉണ്ടാവരുത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സീ വാൾസ്, ഡൈക്സ്, ഇത് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റും ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡൈക്സ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്, സീ ലെവൽ ഇങ്ങോട്ട് കടന്നു വരാതെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ അത് കൺസ്ട്രക്ട് ചെയ്യുന്നതിനുള്ള കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഗ്ലോബൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അതിനകത്ത് വാട്ടർ സ്കേഴ്സിറ്റി ഒരു പ്രശ്നമാണ്. ഫ്രഷ് വാട്ടർ കുറയും അല്ലേ. കടൽ വെള്ളത്തിൻ്റെ അളവ് കൂടിയപ്പോഴത്തേക്ക് ഫ്രഷ് വാട്ടർ കിട്ടാതായി. കടലിൻ്റെ നടുക്ക് പോയി നിൽക്കുമ്പോൾ പറയുന്നതാണ്, വെള്ളം സർവത്ര വെള്ളം, ചുറ്റും വെള്ളം, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല അല്ലേ. ഫ്രഷ് വാട്ടർ വേണ്ടേ നമുക്ക് കുടിക്കാൻ. അപ്പോൾ ചുറ്റും സലൈൻ വാട്ടർ ആവുമ്പോൾ ഫ്രഷ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി കുറയും, ഹെൽത്ത് റിസ്ക് അപ്പം കൂടത്തില്ലേ. ഫ്രഷ് വാട്ടർ ശുദ്ധമായിട്ടുള്ള കുടിക്കാനുള്ള വെള്ളം കിട്ടാതാവുമ്പോഴത്തേക്ക് മനുഷ്യർ അത്രത്തോളം ഫ്രഷ് അല്ലാത്ത ക്ലീൻ അല്ലാത്ത വെള്ളം കുടിക്കും, വാട്ടർ ബോൺ ഡിസീസസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ബൈ ഡിപ്പെൻഡിങ് ഓൺ സം കണ്ടാമിനേറ്റഡ് വാട്ടർ സപ്ലൈസ്. മെൻ്റൽ ഹെൽത്ത് ബാധിക്കും. പിന്നെ ലൈവ്ലിഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള
പല വകകളും ഈ ഫ്ലഡൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് മെൻ്റൽ ഹെൽത്തിനെ എന്നുവെച്ചാൽ മാനസികമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ഫുഡ് സെക്യൂരിറ്റി സർട്ടൺലി നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ഈ കരയിലേക്ക് ഒരുപാട് സലൈൻ വാട്ടർ ഇൻക്ലൂഡ് ചെയ്യുമ്പം ആ മണ്ണിൻ്റെ pH മാറും. ലോസ് ഓഫ് എയറബിൾ ലാൻഡ്, കൃഷി ചെയ്യാൻ ഉതകുന്ന യോജിച്ച മണ്ണിൻ്റെ കുറവുണ്ടാവും. സലൈനിറ്റി വ്യത്യാസം വന്നു. അവിടെ ഇനി പഴയ വിളകളൊന്നും വളരത്തില്ല. അങ്ങനെയുള്ളത് ക്രോപ്പ് പ്രൊഡക്ഷനെ ബാധിച്ചു. കണ്ടോ? ഡിസ്റപ്ഷൻ ഓഫ് ഫിഷറീസ് കണ്ടോ? pH വ്യത്യാസം വരുമല്ലോ. നമ്മൾ നേരത്തെ ഫിഷ് കൾച്ചർ ചെയ്തുകൊണ്ടിരുന്നിടത്ത് pH വ്യത്യാസം വരും അക്വാ കൾച്ചറിൽ. അപ്പം അവിടെയും അത് ബാധിക്കും. മുമ്പ് വളർത്തിക്കൊണ്ടിരുന്ന നല്ലോണം വളർന്നുകൊണ്ടിരിക്കുന്നവയൊന്നും അവിടെ വളരാതെ വരും. നാച്ചുറൽ ഹാബിറ്റാറ്റിലാണെങ്കിൽ നാച്ചുറലി നേരത്തെയുള്ള പിന്നെ നാച്ചുറൽ pH വളർന്നുകൊണ്ടിരുന്ന ഫിഷസിനൊന്നും അവിടെ വളരാൻ പറ്റാതെ വരും. ഓക്കെ, ഇനി ജിയോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ്. പൊളിറ്റിക്കൽ വൈസും കുറേ എന്താണ് ഇംപ്ലിക്കേഷൻസ്. അത് കൂടുതലും ഐലൻഡ് നേഷൻസിനാണ് ആ ഒരു പ്രശ്നം വരുന്നത്. മാൽദീവ്സ്, ട്വാലു എന്ന് പറയുന്ന ഐലൻഡ് നേഷൻസിന് ആണ് വരുന്നത്. അപ്പോൾ ലോലാൻഡ് ഏരിയാസ് ആകുമ്പം അത് അടിയിലേക്ക് സബ്മേഴ്സ് ചെയ്തു പോകാനുള്ള സാധ്യതകൾ ഉണ്ട് അങ്ങനെയുള്ള ഏരിയയിൽ. അപ്പം അവർക്ക് സോവറിനിറ്റി, സ്വയം ഗവേൺ ചെയ്യാനുള്ള സ്വന്തമായിട്ടുള്ള അതിന് ഒക്കെ ചലഞ്ചസ്, ചേഞ്ചസ്, അതിനൊക്കെ ഒരു എന്താണ് ഒരു പരിമിതി ഉണ്ടാവും അല്ലേ? പിന്നെ ഈ അവിടെയുള്ള ആൾക്കാരെയെല്ലാം റീലൊക്കേറ്റ് ചെയ്യണം. അത് എങ്ങോട്ട് മാറ്റും? അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ബോർഡർ കോൺഫ്ലിക്ട്സ് ആൻഡ് മൈഗ്രേഷൻ അത് പറയുന്നുണ്ടല്ലോ. അപ്പം അടുത്തടുത്തുള്ള പിന്നെ ഈ ഐലൻഡ് നേഷൻസ്, അപ്പം ഒരിടത്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് ആൾക്കാരെ റീലൊക്കേറ്റ് ചെയ്യേണ്ടി. അപ്പം ഇൻക്രീസ് ടെൻഷൻ ഓവർ ലാൻഡ് ആൻഡ് റിസോഴ്സസ്. അപ്പം ലാൻഡിൻ്റെ അഭാവം, റിസോഴ്സസിൻ്റെ അഭാവം, ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഒരു കലാമിറ്റി ഉണ്ടായി, ഫ്ലഡ്, സീ ലെവൽ റൈസ് വെച്ചൊരു ഫ്ലഡ് ഉണ്ടായി. അപ്പോൾ അവരെ എങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യണം? അപ്പം അത് ഇൻക്രീസ്ഡ് ടെൻഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതലും ലാൻഡ് ആൻഡ് റിസോഴ്സസിന് വേണ്ടിയിട്ട്. അതെല്ലാം അവിടെ സംഭവിക്കും. എക്കണോമിക് ഇനിക്വാലിറ്റി. ഡെവലപ്പിംഗ് നേഷൻസ് ഉണ്ട്, ഡെവലപ്ഡ് നേഷൻസ് ഉണ്ട്. ഡെവലപ്പിംഗ് നേഷൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ഈ കലാമിറ്റീസിനെ കോമ്പാറ്റ് ചെയ്യാൻ, അതിനെ തടച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് കുറവായിരിക്കും. അപ്പം അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്യും അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി കലാമിറ്റീസ്. അപ്പോൾ അത് ഒരു ഇനിക്വാലിറ്റി കൂട്ടിക്കൊണ്ടിരിക്കും ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് നേഷൻസ് തമ്മിൽ. അപ്പോൾ ഇനി ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് കുറയ്ക്കാം, മിറ്റിഗേറ്റ് ചെയ്യാം? നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് ആക്ഷൻ, ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കുക. കാരണം അതല്ലേ ടെമ്പറേച്ചർ കൂട്ടിയത്. അത് ടെമ്പറേച്ചർ കൂട്ടിയത് കൊണ്ടല്ലേ ഐസ് ക്യാപ്സ് മെൽറ്റ് ചെയ്തത്. അപ്പോൾ അതൊരു റീസൺ അല്ലായിരുന്നു സീ ലെവൽ ഇൻക്രീസ് ചെയ്തത്. ഓക്കെ, അപ്പം ഏറ്റവും മെയിനായിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ കുറയണം. പിന്നെ പാരീസ് എഗ്രിമെൻറ്റ് പോണൊക്കെ ഉള്ളത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യണം. കോസ്റ്റൽ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്? സീ വാൾസ്, ലിവീസ്, ഫ്ലഡ് ബാരിയേഴ്സ് ഒക്കെ കൺസ്ട്രക്റ്റ് ചെയ്ത് കോസ്റ്റൽ ഏരിയയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ ഉണ്ടോ മാംഗ്രൂവ്സ് ഒക്കെ നട്ടു വളർത്തണം. കോറൽ റീഫ്സ് ഒക്കെ ഒരുപാട് ഉണ്ടാകണം. അപ്പം അതെല്ലാം കോസ്റ്റൽ ഏരിയയും ഷോർ ലൈൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. പോളിസി ആൻഡ് പ്ലാനിങ്, അതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റൂറൽ, അർബൻ, അങ്ങനെ പല പല ഏരിയാസ് ഉണ്ടല്ലോ, ലാൻഡ് ഉണ്ടല്ലോ. അപ്പം ഓരോയിടത്തും ഓരോ രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഇപ്പം അർബനിലുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അത് ഏത് രീതിയിലൊക്കെ വേണം, റൂറൽ ഏരിയയിൽ എങ്ങനെയാവണം, പിന്നെ സോൺസ് ആയിട്ട് ഇപ്പോൾ ഇൻഡസ്ട്രീസ് എവിടെ വരണം, പിന്നെ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യണം, അതിന് എത്ര ഹൈറ്റ് വേണം, അങ്ങനെയൊക്കെയുള്ള പോളിസി ആൻഡ് പ്ലാനിങ് ഉണ്ടായിരിക്കണം കറക്റ്റായിട്ട്. പിന്നെ വൾണറബിൾ കമ്മ്യൂണിറ്റീസ്, അതിനെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ, റീലൊക്കേറ്റ് ചെയ്യാൻ, അതിനുള്ള എവിടോട്ട് റീലൊക്കേറ്റ് ചെയ്യണം, എവിടെ അവർക്ക് വീണ്ടും അവർക്ക് താമസിക്കാനുള്ള പിന്നെ വീടും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യണം, അങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം പ്ലാൻ ചെയ്യണം. പിന്നെ അവെയർനെസ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് ഉണ്ടോ. അപ്പം ഇങ്ങനെ ഒരു കലാമിറ്റി ഉണ്ടായാൽ എങ്ങനെ അതിനെ കോമ്പാറ്റ് ചെയ്യണം, എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള രീതിയിൽ അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യണം. പെട്ടെന്നൊരു കലാമിറ്റി ഉണ്ടായാൽ എങ്ങനെ ആണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത്, പ്രിപ്പറേഷൻ മെഷേഴ്സ്, അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇതൊക്കെ മിറ്റിഗേഷൻ സ്ട്രാറ്റജിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്.
അതുപോലെ എംപവറിങ് ലോക്കൽ ഇനിഷ്യേറ്റീവ്സ് ഫോർ റിസൈലൻസ് ബിൽഡിംഗ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ വയനാട്ടിൽ കണ്ടു. അപ്പോൾ അവിടുത്തെ ലോക്കൽ ബോഡീസ് അവരെ സപ്പോർട്ട് ചെയ്യണം. ആ ഒരു കലാമിറ്റിയെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവരെ എംപവർ ചെയ്യണം. ഇതൊക്കെ മിറ്റിഗേഷൻ സ്ട്രാറ്റജിയിൽ, അഡാപ്റ്റേഷൻ സ്ട്രാറ്റജിയിൽ വരുന്ന കാര്യങ്ങളാണ്. സീ ലെവൽ റൈസ്, അതിൻ്റെ ഇമ്പാക്ട്സ് ആണ് നമ്മൾ കണ്ടത്. ഇനി ഇൻക്രീസ്ഡ് ഡ്രൗട്ട്സ്, അതൊരു ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അതുകൊണ്ട് എന്തൊക്കെ? അപ്പം റൈസ് ഇൻ ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റഡ് ആണത്. റൈസ് ഇൻ ടെമ്പറേച്ചറിൻ്റെ ഇമ്പാക്റ്റുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ് ഡ്രൗട്ട്. അതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങൾ വരുന്നു നമുക്ക് മനസ്സിലാക്കണം. ക്ലൈമറ്റ് ചേഞ്ച്, ഇൻക്രീസ് ഡ്രൗട്ട് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ് വരുന്നത്. അതിന് എൻവയോൺമെൻറ്റിലും സോഷ്യോ എക്കണോമിക്കായിട്ടും ഒരുപാട് ഇമ്പാക്ട്സ് ഉണ്ട്. വാട്ടർ സ്കേഴ്സിറ്റി, അതായിരിക്കുമല്ലോ. വാട്ടർ ഡ്രൗട്ട് എന്ന് പറയുമ്പോൾ തന്നെ, വരൾച്ച എന്ന് പറയുമ്പോൾ തന്നെ വെള്ളത്തെക്കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത്. വെള്ളം ഇല്ലാതെ വരും. പ്രൊലോങ് ഡ്രൗട്ട്സ് വന്നു കഴിഞ്ഞാൽ റിഡ്യൂസ്ഡ് വാട്ടർ സപ്ലൈ, റിവേഴ്സ് ലേക്സ് ഒക്കെ വറ്റി വരണ്ട് പോകും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെയൊക്കെ ഒരുപാട് എന്താണ് റിവേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ സാൻഡൊക്കെ ഒത്തിരി അടിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കുറേ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റീസ് ഒക്കെ കൂട്ടാം. അതൊക്കെ ചെയ്യേണ്ടതാണ് നമ്മൾ വെള്ളത്തിൻ്റെ സോഴ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ. അപ്പം അഗ്രികൾച്ചർ ലോസ് എന്തായാലും അതിനെ തുടർന്നുണ്ടാവുമല്ലോ. വെള്ളമില്ലെങ്കിൽ അഗ്രികൾച്ചർ ലോസ് ഉണ്ടാവും. ക്രോപ്പ് ഈൽഡ്സ് ഒക്കെ അഫക്റ്റ് ചെയ്യും. ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവും. ഫുഡ് പ്രൈസ് കൂടും, അല്ലേ. അഗ്രികൾച്ചറൽ എക്കണോമി കൊളാപ്സ് ആവും. ഇതെല്ലാം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, അല്ലേ. വെള്ളം മീൻസ് ഡ്രൗട്ടായി വെള്ളം ഇല്ലാതാവുമ്പോഴത്തേക്ക് എക്കോസിസ്റ്റം പലതും നശിച്ചു പോവും. ഹാബിറ്റാറ്റ് ലോസ് ഉണ്ടാവും. പ്ലാന്റ്സ് ആനിമൽ സ്പീഷീസിനൊന്നും അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പം ഇന്ന് നമ്മൾ ഒരുപാട് പത്രത്തിൽ വായിച്ചു, അല്ലേ. ഫോറസ്റ്റ് ഒത്തിരി ഡ്രൗട്ടൊക്കെ വരുമ്പോഴല്ലേ കാട്ടിലെ മൃഗങ്ങളൊക്കെ നമ്മുടെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റിലോട്ട് വരുന്നു. അവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റും അതിനെ തുടർന്നിട്ടുള്ള എത്രയോ പേരുടെ ജീവൻ അപായം, ഇതെല്ലാം നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, അല്ലേ. ഇതെല്ലാം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. വൈൽഡ് ഫയേഴ്സ് ഉണ്ടോ, ഒരുപാട് ഉണങ്ങി വരണ്ടിരിക്കുമ്പോൾ വൈൽഡ് ഫയേഴ്സിൻ്റെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുവഴിയും നമുക്കറിയാം കുറേ അധികം ലൈഫ് ഫോംസ് ഇല്ലാതായി പോവും. ലാർജ് ഏരിയ ഡിവാസ്റ്റേറ്റ് ആവും. ഹ്യൂമൻ പോപ്പുലേഷൻസ് വരെ അഫക്റ്റ് ചെയ്യും വൈൽഡ് ലൈഫ് ഉണ്ടാവുന്നത് കൊണ്ട്. ഹെൽത്ത് റിസ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം. വെള്ളം ഫ്രഷ് വാട്ടർ കിട്ടാതെ വരുമ്പോഴത്തേക്ക് വാട്ടർ ബോൺ ഡിസീസസ് ഒക്കെ ഉണ്ടാവും. ഡസ്റ്റ് സ്റ്റോംസ് അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. എയർ ക്വാളിറ്റി കുറയ്ക്കും. റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാക്കും. എക്കണോമിക് സ്ട്രെയിൻ എന്തായാലും ഉണ്ടാവുമല്ലോ, അല്ലേ. അഗ്രികൾച്ചറൽ സെക്ടറിലൊക്കെ ഒരുപാട് ലോസ് വരുന്നത് നമ്മൾ കണ്ടു, അല്ലേ. അപ്പം അതുകൊണ്ട് ഫിനാൻഷ്യൽ ലോസസ് ഉണ്ടാവും. ടൂറിസം കണ്ടോ, ഗ്രീനറീസ് ഒക്കെ കുറയുമ്പോഴത്തേക്ക് എന്തായാലും ടൂറിസം മേഖല, ഫിഷറി മേഖല ഇതെല്ലാം അഫക്റ്റഡ് ആകും. മൈഗ്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, അപ്പോൾ അതെന്താ പറയുന്നത് അറിയുമ്പോഴത്തേക്ക് വെള്ളവും ഫുഡ് ഷോർട്ടേജ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാരെ നമുക്ക് മാറ്റി താമസിപ്പിക്കേണ്ടി വരും. റിസോഴ്സസിന് വേണ്ടി കോൺഫ്ലിക്റ്റ് വരും. ഫേവറബിൾ കണ്ടീഷൻ ഉള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ മാറി താമസിക്കേണ്ടതായിട്ട് വരും, അല്ലേ. സോയിലിൻ്റെ ഡീഗ്രഡേഷൻ, മണ്ണിൻ്റെ ആ ഒരു വിള നൽകാനുള്ള ആ ഒരു കഴിവ്, സത്ത, അതെല്ലാം അഫക്റ്റ് ആവും. ഡ്രൗട്ട് വരുമ്പോഴത്തേക്ക് ഫെർട്ടിലിറ്റി കുറയും, അല്ലേ. സോയിൽ ഇറോഷൻ ഇതെല്ലാം കൂടും, അഗ്രവേറ്റ് ചെയ്യും. ഇതെല്ലാം ഡ്രൗട്ടിൻ്റെ ഇമ്പാക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതിൻ്റെയൊക്കെ പഠിച്ചിട്ടുള്ളതെന്ന് ഒന്ന് ഓർത്ത് നോക്കിക്കൊള്ളുക. ഞാൻ വീണ്ടും പറയുന്നില്ല, വീഡിയോ ലെങ്തി ആയിപ്പോൾ. ഇനി ഹീറ്റ് വേവ്സ് ആണുള്ളത്. ഹീറ്റ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് എക്സ്റ്റെൻസീവ് ഹോട്ട് വെതർ. ഹോട്ട് വെതർ കുറേ നാളത്തേക്ക് നീണ്ടു നിൽക്കുമെന്ന് അതിനെ നമുക്ക് ഹീറ്റ് വേവ്സ് എന്ന് പറയാം. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴത്തെ ഹ്യൂമിഡിറ്റി ലെവൽ കൂടും അന്തരീക്ഷത്തിൽ. പ്രധാനമായിട്ടും ഓഷ്യാനിക് ക്ലൈമറ്റിക് റീജിയൻ, ഓഷ്യൻ്റെ സമീപം ആയിട്ടുള്ള റീജിയൻസിലെ ഹ്യൂമിഡിറ്റി വളരെ ഹൈ ആയിരിക്കും. ഇനി അതിൻ്റെ ഇമ്പാക്ട്സ് എന്താണെന്ന് നോക്കാം. ഇതെല്ലാം പ്രൈമറി കോസ് എന്ത് വരുന്നു? ഗ്ലോബൽ റൈസ് ഇൻ ടെമ്പറേച്ചർ, അല്ലേ. അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. അപ്പം ഇതുണ്ടാവും, അതിനോടൊപ്പം ഇത് അസോസിയേറ്റ് ചെയ്ത് വീണ്ടും കുറേ പ്രശ്നങ്ങൾ വഷളാവും. എന്തൊക്കെയാന്ന് നോക്കി. ഹെൽത്ത് റിസ്ക്. ഒരുപാട് ചൂട് ടെമ്പറേച്ചറിൽ നമ്മൾ എക്സ്പോസ് ആയ ഹീറ്റ് എക്സോഷൻ,
ഹീറ്റ് സ്ട്രോക്ക്, ഡീഹൈഡ്രേഷൻ, കാർഡിയോവാസ്കുലർ സ്ട്രെസ് ഇതെല്ലാം ഉണ്ടാവും. സൂര്യാഘാതം അല്ലേ, ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത് എൽഡർലി ചിൽഡ്രൻ ആയിട്ടുള്ള ആൾക്കാരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം മോർട്ടാലിറ്റി റേറ്റ്സ്, മരണനിരക്കൊക്കെ കൂടും. ഈ ഹീറ്റ് വേവ്സ് ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ. അതേപോലെ ഹെൽത്ത് ഇഷ്യൂസ്, ഹീറ്റ് റിലേറ്റഡ് ഡെത്ത്സ്, അതാണ് ഞാൻ പറഞ്ഞ ഹീറ്റ് റിലേറ്റഡ് ഡെത്ത്സ് ഒക്കെ ധാരാളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അടുത്തൊരു പ്രോബ്ലം വാട്ടർ ഷോർട്ടേജ് ആണ്. ചൂട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടും, വാട്ടറിൻ്റെ അവൈലബിലിറ്റി കുറയും, ഇത് റിവേഴ്സ് ലേക്സ് ഒക്കെ വറ്റി വരണ്ട് കരിഞ്ഞ് ഉണങ്ങും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വാട്ടർ സ്കേഴ്സിറ്റിയെ കൂട്ടും ഈ ഹീറ്റ് വേവ് പീരീഡിൽ. ഇനി എനർജി ഡിമാൻഡ് ആൻഡ് പവർ ഔട്ടേജസ്. അപ്പം ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുമ്പോഴത്തേക്ക് എല്ലാവർക്കും എയർ കണ്ടീഷണർ, AC അതിൻ്റെയൊക്കെ ഉപയോഗം കൂടും. അതെല്ലാം പ്രവർത്തിക്കാൻ ഇലക്ട്രിസിറ്റി വേണം. ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യണമെങ്കിൽ വെള്ളം വേണം. അത് റൺ ചെയ്യാൻ അതാ പറയുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ റിസോഴ്സസ് എല്ലാം കുറയും. അപ്പം പവർ ഷോർട്ടേജസ് ഉണ്ടാകും. പവർ ഷോർട്ടേജ് ഉണ്ടായിട്ട് അർബൻ ഏരിയാസിൽ ബ്ലാക്ക് ഔട്ട്സ് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ബ്ലാക്ക് ഔട്ട്സ് എന്ന് പറയുന്നത്. അതുണ്ടാവും. അഗ്രികൾച്ചറൽ ഇമ്പാക്റ്റ് എന്താണ്, സോയിൽ ഇവാപ്പറേഷൻ കൂടും, വെള്ളം ഒന്നും ഇല്ലാതാവും മണ്ണിൽ, റിഡ്യൂസ് വാട്ടർ സപ്ലൈ. അപ്പം അവിടെ പ്ലാന്റ്സ്, കൃഷിയൊന്നും പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റത്തില്ല. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ. ലോ ക്രോപ്പ് ഈൽഡ്, ഇതൊക്കെ ഹെഡിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം അല്ലേ, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ചിന്തിച്ച് എഴുതാവുന്നേ ഉള്ളൂ. ഫുഡ് ഷോർട്ടേജ് വരുമ്പം വില കൂടും, സാധനങ്ങളുടെ വില കൂടും. വൈൽഡ് ഫയേഴ്സ് ഉണ്ട്, ചൂട് ടെമ്പറേച്ചർ ഇങ്ങനെ കുറേ നാൾ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ വൈൽഡ് ഫയേഴ്സ് ഉണ്ടാവാനും അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടും. ഹീറ്റ് വേവ്സ് കോൺട്രിബ്യൂട്ട് ഇൻറ്റൻസ് ഫ്രീക്വൻസി, ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് ഡെവലപ്പിംഗ് വൈൽഡ് ഫയേഴ്സ്, അത് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, ഇനി എക്കോസിസ്റ്റത്തിൽ എന്ത് സ്ട്രെയിനാണ് ഇതുണ്ടാക്കുന്നത്? പ്ലാന്റ്സിനായാലും ആനിമൽസിനായാലും ഒക്കെ സ്ട്രെയിൻ ഉണ്ടായിട്ട് എക്കോസിസ്റ്റത്തിനെ മൊത്തത്തിൽ അത് ഡിസ്റ്റർബ് ചെയ്യും ഈ ഹീറ്റ് വേവ്സ്. ഓർഗാനിസംസ് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ, ഹൈ ടെമ്പറേച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. ചിലത് നശിച്ചു പോവും, ചിലത് മൈഗ്രേറ്റ് ചെയ്യും. എന്തായാലും ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ബയോഡൈവേഴ്സിറ്റിയെ ബാധിക്കുമല്ലോ. എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്കണോമിക്കലായിട്ട് ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് അതിനെ കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ് ധാരാളം ഉണ്ടാവുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചേഴ്സിനൊക്കെ നാശം ഉണ്ടാവുന്നുണ്ട്. ഹെൽത്ത് കെയർ വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടി, വെള്ളം കുറഞ്ഞു, അതുമായിട്ട് അസോസിയേറ്റ് പല അസുഖങ്ങൾ, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഹെൽത്ത് കെയർ കോസ്റ്റ്, അഗ്രികൾച്ചറൽ ലോസ്, ഇതെല്ലാം കറക്റ്റ് ചെയ്യാൻ, അതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്കണോമിക് കോസ്റ്റ് അതെല്ലാം കൂടും. സോഷ്യൽ ഇൻഇക്വാലിറ്റി, അപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഇപ്പോൾ AC ഒന്നും മേടിക്കാൻ പൈസ ഇല്ലാത്തവരെന്ത് ചെയ്യും? അവർ സ്ട്രഗിൾ ചെയ്യും. പ്രോപ്പർ ഹെൽത്ത് കെയർ കിട്ടാത്തവരെന്ത് ചെയ്യും? സ്ട്രഗിൾ ചെയ്യും. അവരെ വൾണറബിൾ കമ്മ്യൂണിറ്റീസ് എന്ന് നമുക്ക് വിളിക്കാം. അവരായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഹീറ്റ് വേവ്സ് കൊണ്ട് സഫർ ചെയ്യുന്നത്. അതോ എക്കണോമിക് ഇൻഇക്വാലിറ്റീസ് അത് കൂട്ടും അല്ലേ. അതിങ്ങനെ കൂട്ടും. സൈക്കോളജിക്കൽ എഫക്ട്സ്, ഒരുപാട് ഹീറ്റ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സൈക്കോളജിക്കലായിട്ടുള്ള കുറേ ഇമ്പാക്ട്സ്, ആങ്സൈറ്റി, സ്ട്രെസ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഇതെല്ലാം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തോ ചെയ്യേണ്ടത്? അഡാപ്റ്റേഷൻ മെഷർമെൻറ്റ്സ് ലൈക്ക് അർബൻ പ്ലാനിങ്, ഇത് വരുന്നുണ്ടോ, ഹീറ്റ് വേവ് ടൈം വരുന്നുണ്ടോ, അതെങ്ങനെ കോമ്പാറ്റ് ചെയ്യാം? പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം, പ്രോപ്പർ ഹെൽത്ത് കെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം, പ്രോപ്പർ അഗ്രികൾച്ചർ പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മളത് അടുത്തത് ഫ്ലഡിങ് ആണ്. അടുത്ത ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാവുന്ന അടുത്തൊരു ഒരു കാറ്റാസ്ട്രോഫി, കലാമിറ്റിയാണ് ഫ്ലഡിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പാക്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻക്രീസ്ഡ് ഫ്ലഡിങ്, അതിൻ്റെ ഫ്രീക്വൻസിയും സിവിയറിറ്റിയും ഭയങ്കരമായിട്ട് 2018 നമ്മൾ കണ്ടായിരുന്നു അല്ലേ. ഇമ്പാക്ട്സ് എന്താണെന്ന് നോക്കിക്കേ. റെയിൻഫാൾ കൂടുമ്പോഴാണ് ഈ ഫ്ലഡിങ് ഉണ്ടാവുന്നത്. കണ്ടോ, ടെമ്പറേച്ചർ കൂടി, ഇതിനെല്ലാം
ഏറ്റവും പ്രൈമായിട്ടുള്ള റീസൺ എന്തുവാണ്? ഹൈ ടെമ്പറേച്ചർ ആണ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടുന്നതാണ്, അത് കൂട്ടുന്നത് നമ്മളാണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടി, അപ്പോഴത്തേക്ക് ഇവാപ്പറേഷൻ റേറ്റ് കൂടി, വാട്ടർ ബോഡീസിൽ നിന്നുള്ള ഇവാപ്പറേഷൻ റേറ്റ് കൂടുമ്പോഴത്തേക്ക് പ്രസിപ്പിറ്റേഷൻ കൂടും അല്ലേ? പ്രസിപ്പിറ്റേഷൻ മഴയൊക്കെ അങ്ങ് കൂടും. മഴ കൂടുമ്പോഴത്തേക്ക് പിന്നെ എന്താണ്, റൂറൽ ഏരിയസിലാണെങ്കിൽ റിവേഴ്സ് ഒക്കെ ഓവർഫ്ലോഡ് ആവും, അർബൻ ഏരിയസിലാണെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ കവിഞ്ഞ് ഒഴുകും അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇമ്പാക്ട്സ് ഫ്ലഡിങ് കൊണ്ടുണ്ടാവും. ഫ്ലാഷ് ഫ്ലഡ്സും അർബൻ ഫ്ലഡിങ്ങും. എന്താണ് ഈ ഫ്ലാഷ് ഫ്ലഡ്, അർബൻ ഫ്ലഡിങ്? ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നദികളിലൊക്കെ ഭയങ്കരമായിട്ട് മഴ വന്ന് വെള്ളം കവിഞ്ഞൊഴുകുന്നതിനാണ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. അർബൻ ഫ്ലഡിങ് എന്ന് പറയുന്നത് അർബൻ ഏരിയയിൽ മഴ പെയ്തിട്ട് പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റമൊന്നും ഇല്ലാതെ ഡ്രെയിനേജ് ഏരിയാസ് എല്ലാം ഫില്ലായി ഇങ്ങനെ അവിടെ ഉണ്ടാവുന്ന ഫ്ലഡിങ്ങിനാണ് അർബൻ ഫ്ലഡിങ് എന്ന് പറയുന്നത്. ഗ്ലേഷ്യൽ മെൽറ്റിങ് അല്ലേ? ഗ്ലേഷ്യൽ മെൽറ്റിങ് എന്ന് പറയുമ്പോഴത്തേക്ക് കൊണ്ടും ഫ്ലഡിങ് ഉണ്ടാവാം. ഗ്ലേഷ്യൽ മെൽറ്റിങ് ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് ഗ്ലേഷ്യേഴ്സ് ഉണ്ടല്ലോ, ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. മെൽറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ സീ ലെവൽ റൈസ് ചെയ്യും. അങ്ങനെ ഫ്ലഡിങ് ഉണ്ടാവും. അതൊരു അടുത്തൊരു റീസൺ ആണ്. ഓക്കെ, ഇനി ഇൻക്രീസ്ഡ് റൺ ഓഫ് ഫ്രം ഗ്ലേഷ്യേഴ്സ്, അതുവഴി അതായി പറഞ്ഞത് ഞാൻ. റിവർ ഫ്ലഡിങ് പ്രധാനമായിട്ടും പർട്ടിക്കുലർലി ഇൻ റീജിയൻസ് ഡിപ്പെൻഡ് ഓൺ ഗ്ലേഷ്യൽ സിസ്റ്റംസ് ലൈക്ക് ഹിമാലയ. അപ്പം ഗ്ലേഷ്യൽ ഏരിയ ഉള്ള ഹിമാലയ, ആ ഒരു റീജിയനിലാണ് ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇനി സീ ലെവൽ റൈസ്. ഈ സീ ലെവൽ റൈസ് എങ്ങനെ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടതാണ് ഓൾറെഡി. പോളാർ ഐസ് ക്യാപ്സിന്റെ മെൽറ്റിങ്ങും തെർമൽ എക്സ്പാൻഷനും. അപ്പം ഈ സീ ലെവൽ റൈസ് ഉണ്ടാകുമ്പോൾ എന്തായാലും ഫ്ലഡിങ് ഉണ്ടാവുമല്ലോ അല്ലേ? സീ ലെവൽ ആദ്യം ലോ ലെവലിൽ ഇത്രയും നിൽക്കും, ഹൈ ടൈഡ് വരുമ്പോഴത്തേക്ക് കോസ്റ്റൽ ഏരിയാസ് എല്ലാം ഫ്ലഡഡ് ആയി പോവും. ഓക്കെ, ഹൈ ടൈഡ് വരുമ്പോഴത്തേക്ക് അല്ലേ? അപ്പോൾ സീ ലെവൽ റൈസ് ചെയ്തത് കൊണ്ടും ഫ്ലഡ് ഉണ്ടാകുന്നുണ്ട്. ഇനി എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്. എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റോംസ് ആൻഡ് ഹ്യൂറിക്കെയിൻസ്. ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന സ്റ്റോംസ് ആൻഡ് ഹ്യൂറിക്കെയിൻസ് അതുവഴി ഹെവി റെയിൻസ് ഉണ്ടാവും. ഹെവി റെയിൻ ഉണ്ടാവുമ്പോഴത്തേക്ക് ഫ്ലഡ് ഉണ്ടാവും. ഈ ഫ്ലഡ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ലോ ലൈങ് റീജിയൻസിനെയാണ്. അവിടെയുള്ള ലൈവ്ലിഹുഡ്സിനെയും പിന്നെ എക്കണോമിയെയും എൻവയോൺമെൻറ്റിനെയും മൊത്തത്തിൽ എന്നിട്ടത് ഡാമേജ് ചെയ്യും. ഇനി സ്നോ മെൽറ്റ് പാറ്റേണിൽ ചേഞ്ചസ്, അതും ഈ ഫ്ലഡിങ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്നോ മെൽറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു ടൈമുണ്ട്. സമ്മറിലാണ് ഏറ്റവും കൂടുതൽ മെൽറ്റ് ചെയ്യേണ്ടത്, പക്ഷേ അത് സ്പ്രിങ് സീസണിൽ സ്നോ മെൽറ്റ് ചെയ്യും. അപ്പം ആവശ്യമില്ലാത്ത വെച്ച് കഴിഞ്ഞാൽ ഇംപ്രോപ്പറായിട്ടുള്ള ടൈമിൽ സ്നോ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ മെൽറ്റ് ചെയ്യാൻ തുടങ്ങുമ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്യുന്നത് സ്നോ പാക്ക്. ചില ഏരിയാസിൽ സ്നോ പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനെ സ്റ്റോർ ചെയ്യുന്നത് സ്നോയുടെ രൂപത്തിലാണ്. അങ്ങനെയുള്ള ഏരിയയിൽ വാട്ടർ റെഗുലേഷന് വേണ്ടിയിട്ട് വെള്ളം സ്നോയുടെ രൂപത്തിൽ പാക്ക് ചെയ്തേക്കുന്ന ഏരിയാസിൽ ഈ ഒരു ടൈപ്പ് ക്ലൈമറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ സ്നോ എല്ലാം മെൽറ്റ് ചെയ്യും. മെൽറ്റ് ചെയ്യുമ്പോൾ അത് റിവേഴ്സിൽ എത്തിച്ചേരും, അത് ഫ്ലഡിങ് ഉണ്ടാവും അല്ലേ? അതൊരു രീതി. ഇനി ഡീഗ്രേഡഡ് നാച്ചുറൽ ബഫേഴ്സ് നഷ്ടപ്പെടും. വെറ്റ്ലാൻഡ്സ്, മാംഗ്രോവ്സ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് മഴയുണ്ടാകുമ്പോഴത്തേക്ക് സീ ലെവൽ കോസ്റ്റൽ ഏരിയസിലോട്ട് കയറി വരും അല്ലേ? അപ്പോൾ ആ ഒരു കോസ്റ്റൽ ലൈൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഡീഗ്രേഡഡ് നാച്ചുറൽ ബഫേഴ്സ് ഫ്ലഡിങ് ഉണ്ടാവാനുള്ള ഒരു മെയിൻ കാരണമാണ്. അപ്പം അങ്ങനെയുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ ആ ഏരിയാസ് കൂടുതലും ഫ്ലഡിന് സസെപ്റ്റബിൾ ആയിരിക്കും. ഇവർക്ക് ഇങ്ങനെയുള്ള ഏരിയാസിന് ഒരിക്കലും കൂടുതൽ എക്സസ് വാട്ടർ അതിനെ അബ്സോർബ് ചെയ്യാനോ അതിനെ കോമ്പാറ്റ് ചെയ്യാനോ കഴിയത്തില്ല. ഓക്കെ, ഇനി സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവിയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കി. ഇതെല്ലാം തമ്മിൽ റിലേറ്റഡ് ആണ് അല്ലേ? ലോസ് ഓഫ് ലൈഫ്സ് ആൻഡ് പ്രോപ്പർട്ടി. ഇപ്പം ഈ ഒരു ഫ്ലഡിങ് അഫക്റ്റ് ചെയ്തിട്ടുള്ള ഏരിയയിൽ പോപ്പുലേഷൻസിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നതിന്, അതേപോലെ റീബിൽഡ് ചെയ്യുന്നതിന് എക്കണോമിക് കോസ്റ്റ് ഉണ്ട്. അതേപോലെ ഇവരെ ഡിസ്പ്ലേസ് ചെയ്യണം, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം.
അതെല്ലാം അവിടുത്തെ ചാലഞ്ചസ് ആണ്. ഹെൽത്ത് ഹാസാഡ്സ് ഉണ്ട്, വാട്ടർ ബോൺ ഡിസീസസ് ഫ്ലഡിങ് വരുമ്പോഴത്തേക്ക് വാട്ടർ ബോൺ ഡിസീസസിൻ്റെ ചാൻസ് കൂടുതലാണ്. മെൻ്റൽ ഹെൽത്ത് ചാലഞ്ചസ് ഉണ്ട്, ഇഞ്ചുറീസ് ഉണ്ടാവാറുണ്ട്. അഗ്രികൾച്ചറൽ ലോസ്, ഫ്ലഡഡ് ഫീൽഡ്സ് ഉണ്ട്, ക്രോപ്പ് ഫെയിലിയർ ഉണ്ടാവുന്നുണ്ട്, ഫുഡ് ഇൻസെക്യൂരിറ്റി, എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്, ഫുഡിൻ്റെ ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. ഇതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എക്കോസിസ്റ്റം ഡിസ്റ്റർബ് ആവത്തില്ലേ? ഫ്ലഡിങ് വരുമ്പോഴത്തേക്ക് എക്കോസിസ്റ്റം ഡിസ്റ്റർബ് ആവുന്നുണ്ട്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. പ്രധാനമായിട്ടും ഇതൊക്കെ ഉണ്ടാവുന്നത് ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള എക്കോസിസ്റ്റംസിലാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് അല്ലേ, നമ്മുടെ റോഡ്സ് നമ്മൾ കണ്ടു, പത്രങ്ങൾ ന്യൂസിലൊക്കെ ഈ ഫ്ലഡിങ്ങിൻ്റെ ടൈമിൽ കാണും, റോഡൊക്കെ ഇങ്ങനെ നടുകെ പിളർന്ന് അതിൻ്റെ നടുക്കൂടെ കുറച്ച് ഭാഗം നഷ്ടപ്പെട്ടു, ബ്രിഡ്ജസ് ഒക്കെ പൊളിഞ്ഞു പോകും അല്ലേ, പബ്ലിക് യൂട്ടിലിറ്റീസ് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതെല്ലാം നമ്മൾ കാണാറുണ്ട്. സോ ദാറ്റ് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ്. അപ്പോൾ ഇതിനെയൊക്കെ ഇനി എങ്ങനെ കുറയ്ക്കാം? ഇംപ്രൂവ് ഇൻഫ്രാസ്ട്രക്ചർ, ഫ്ലഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റംസ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് വേണം. അതേപോലെ സസ്റ്റൈനബിൾ ലാൻഡ് മാനേജ്മെൻറ്റ്, റീസ്റ്റോർ നമ്മുടെ മാംഗ്രൂവ്സ്, അതുപോണക്ക് എന്താണ് വെറ്റ്ലാൻഡ്സ്, അതിനെയൊക്കെ റീസ്റ്റോർ ചെയ്യണം, അതിനെയൊക്കെ കൺസേർവ് ചെയ്യണം, അതൊരു കാര്യം. അർബൻ പ്ലാനിങ്, ഇപ്പോൾ ഫ്ലഡ് പ്ലെയിൻസ്, അതായത് വെറ്റ്ലാൻഡൊക്കെ ഉള്ള ഏരിയ, അങ്ങനെയുള്ള ചിലയിടത്ത് കണ്ടില്ലേ മണ്ണൊക്കെ ഇട്ട് നികത്തി അവിടെ കൺസ്ട്രക്ഷൻ, അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഏർലി വാർണിംഗ് സിസ്റ്റം കണ്ടോ, ഫ്ലഡ് വരുക അതിന് സാധ്യതയുണ്ടെങ്കിൽ അത് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, മുൻകൂട്ടി അറിയിക്കാൻ പറ്റുന്ന വാർണിംഗ് സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക. ക്ലൈമറ്റ് മിറ്റിഗേഷൻ പോളിസീസ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഒക്കെ കുറയ്ക്കുക, ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം മിറ്റിഗേഷൻ അപ്പോൾ ഇനിയും ഉണ്ട് ഇമ്പാക്ട്സ്. ഇപ്പം ബാക്കി ഇമ്പാക്ട്സ് ഇനി അടുത്ത സൈക്ലോജെൻസിസ് ആണ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് സെക്ഷൻ ഹിയർ. താങ്ക് യു. I'm an icon, man. And my girl about a 10. I should fuck her in the Benz.